ഇവിടെ അനിൽകുമാർ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട്. ഈ കേരളത്തിന്റെ ഗവർണർ MSFന് സെനറ്റ് മെമ്പർ തന്ത്രേ ഇത്തിരി അല്പ ഉളുപ്പും ആ ലെറ്റർ ഒന്ന് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ താങ്കൾ ഇത് പറയില്ല. ഞാൻ ഡോക്ടർ അരുൺകുമാറിന്റെ വാട്സപ്പിലേക്ക് ആ ഗവർണറുടെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ സെനറ്റ് മെമ്പർമാരെ തെരഞ്ഞെടുത്ത് ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. 4 വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളാ ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അതിലുള്ളത്. 4 പേർ, അത് 2 പേർ ABUP-കാരാ, അവരെ മാറ്റി നിർത്ത്. ബാക്കി 2 പേരുടെ പേര് ഞാൻ പറഞ്ഞിട്ടെ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഒന്ന് അനുഷ KK, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞാൻ പഠിച്ച ക്യാമ്പസാ. ആ ക്യാമ്പസിന്റെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അനുഷ KK SFI സംസ്ഥാന കമ്മിറ്റി അംഗ. പോയി ചോദിക്കണം. അത് തൊക്കിൽ വെച്ചിട്ടാ MSFന്റെ പ്രതിനിധി ആയെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു പ്രതിനിധി അതിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാ. 2ാമത്തെ അംഗമുണ്ട് എന്ന് വെച്ചാൽ 4 രണ്ടാമത്തെ ആൾ ആരാന്നറിയോ? സിയാന, മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാ. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ SFIയുടെ സെനറ്റ് മെമ്പറാ. ഇനി താങ്കൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ SFIയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് പരിശോധിക്ക്. ഇപ്പോഴും ഉണ്ട്, അതെടുത്ത് പരിശോധിക്ക്. നിങ്ങളുടെ 2 പേർ ഈ പറഞ്ഞ ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് ഉളുപ്പില്ലാതെ കിട്ടിയ എച്ചിൽ കഷ്ടം പോലെ സെനറ്റ് അംഗങ്ങളായി 1 കൊല്ലം അത് കൊണ്ടു നടന്നത് MSF അല്ല ശ്രീ അനിൽകുമാർ, SFI ആണ്. താങ്കൾ കണ്ണട വെച്ചിട്ട് അത് വായിക്കാൻ പറ്റുന്ന വായിക്കണം. ഞാൻ ഡോക്ടർ അരുൺകുമാറിന് ആ ലെറ്റർ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഉളുപ്പില്ലായ്മ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഉളുപ്പില്ലായ്മ കളവ് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പേരിലല്ല, അത് കൊണ്ടു നടന്നത് നിങ്ങളാ. 1 വർഷക്കാലം കൊണ്ടു നടന്നു. ഇനിയിപ്പോ സർവകലാശാലയുടെ ഞാൻ വെല്ലുവിളിക്കാം താങ്കളെ. പരിശോധിക്ക്. പ്രതിനിധിയായിട്ട് മലയാളം സെനറ്റ് മെമ്പർ ആയ ആളാ. ഗവൺമെന്റ് കോളേജ് SFI ചർച്ച എന്ന് പറയല്ല. കാവ്യാകുന്ന കൊടി അത് കേരളത്തിൽ മാഷ് പറഞ്ഞല്ലോ കൊടിയാന്ന്. ഇവിടെ വന്നിരുന്നിട്ട് നേരത്തെ മെക്കെട്ട് കയറാണോ? ഈ പറയുന്ന അധികാരമുള്ള സമയത്ത് എച്ചിലിന് വേണ്ടി നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയാണ്. ഇനി സർവകലാശാലയുടെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഒന്നും ഡോക്ടർ അരുൺകുമാർ ഒന്ന് സൈലന്റ് ആവാൻ വേണ്ടി പറ. ഒരു നിമിഷം നവാസ്, നിങ്ങൾ 2 പേരും എനിക്ക് ഒരു മറുപടി. താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട് അനിൽകുമാർ. നവാസ് സമയം തരും. താങ്കൾ അവസാന നിമിഷം ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. SFIയുടെ പ്രതിനിധികളായിരുന്നവർ ഗവർണറുടെ ലിസ്റ്റിൽപ്പെട്ട് അവിടെ 1 വർഷം സേവനം പൂർത്തിയാക്കി എന്നാണ് നവാസിന്റെ ആരോപണം. അനിൽകുമാർ അത് അംഗീകരിക്കുന്നുണ്ടോ? ചാൻസ് അതാണ് ഞാൻ പറയുന്നത്. ഒരു സർവകലാശാലയിൽ ഏറ്റവും അക്കാഡമിക് യോഗ്യതയുള്ളവർക്ക് സർക്കാർ പ്രപ്പോസൽ കൊടുക്കും, VC പ്രപ്പോസൽ കൊടുക്കും. അങ്ങനെ പ്രപ്പോസൽ കൊടുത്ത വിദ്യാർത്ഥികളെ എടുത്തില്ല ഗവർണർ. അതിന് ഹൈക്കോടതി കേസ് വന്നു. കേസ് വന്നപ്പോൾ മെറിറ്റ് ഉള്ളവരെ എടുക്കാൻ ഹൈക്കോടതി കേട്ടില്ലേ? അത് പ്രകാരം മെറിറ്റ് ഉള്ളവർ കയറിയത് SFIക്കാരായി പോയി. എന്നാ കാണിക്കാനാ? അതേസമയം പറയട്ടെ, ഞാൻ സുധാകരൻ എന്താ ഞങ്ങളുടെ പിള്ളേര് കോൺഗ്രസിന്റെ പ്രകൃതി ഞാൻ പറയാം. ലീഗിന്റെ പ്രകൃതി ഞാൻ പറയട്ടെ. ശരി ശരി ശരി, ഞാനല്ലേ പറയണത്. ഞാൻ പറയട്ടെ. നിങ്ങൾ സംസാരിക്കുക. ഞാൻ പറയാം. മറുപടി പറയട്ടെ. തിരിച്ചു നവാസിലേക്ക് പറയൂ. അങ്ങനെ താങ്കൾ പറയുന്ന പോലെ എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി അത് കൃത്യമായ മറുപടി ഉണ്ട്. അതായത് കൃത്യമാണ്. അതായത് കാലിക്കറ്റ് സർവകലാശാലയിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതിനിധികൾ സെനറ്റ് മെമ്പർമാരായി. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ KPC പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ ആളുകളെ നിയമിച്ചത് ഞങ്ങൾ സ്വീകരിക്കും. ഇത് KPC പ്രസിഡന്റ് K. സുധാകരന്റെ വാചകമാണ്. SFIയുടെ പ്രതിനിധികളായത് എങ്ങനെ? ചോദ്യം. പേര് VC കൊടുക്കും. VC കൊടുത്ത ലിസ്റ്റിലില്ലാതെ ഞാൻ പറയട്ടെ. ഞാൻ പറയാം. പച്ച നുണ പറയുമ്പോൾ കേട്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ കളവാ പറയണത്. VC കൊടുത്ത
BC കൊടുത്ത ലിസ്റ്റിലില്ലാതെ കോൺഗ്രസിന്റെ പേര് പറ. പ്രതിനിധിയും യൂണിയൻ മുസ്ലിം ലീഗിന്റെ MSF ന്റെ നേതാവിന്റെ പേര് പറ. യഥാർത്ഥത്തിൽ കേരള സർവകലാശാല സെനറ്റ് വന്നു. MSF ന്റെ പറയട്ടെ. MSF ന്റെ പറയട്ടെ. നേതാവിന്റെ MSF പേര് പറ. അവിടെ നിൽക്കട്ടെ. ലീഗിന്റെ പ്രതിനിധി പേര് പറ. ഉണ്ടോ? MSF ന്റെ നേതാവിന്റെ പേര് പറ. ലീഗിന്റെ അധ്യാപക സംഘടനാ ഞാൻ പ്രതിനിധി SFI അറിയോ? രണ്ട് നേതാവിന്റെ പേര് പറഞ്ഞു. ദേ, ചർച്ച MSF ന്റെ നേതാവിന്റെ പേര് പറ. ലീഗിന്റെ- നുണ ഞാൻ- പറയുമ്പോ പേര് കിട്ടില്ല ഞാൻ സാർ. പറയാം ലീഗിന്റെ ഞാൻ MSF ന്റെ പ്രസിഡന്റാണ്. ഞാൻ ലീഗിന്റെ- MSF ന്റെ പ്രസിഡന്റ്. എന്റെ ലീഗിന്റെ അധ്യാപക സംഘടനാ നേതാവ് അറിയോ? അച്ചാരം വാങ്ങിയിട്ട് ഒരു ലീഗിന്റെ അധ്യാപക സംഘടനാ നേതാവ് അറിയോ? 4 സെനറ്റ് മെമ്പർമാരുണ്ട്. അച്ചാരം വാങ്ങിയത് നിങ്ങളാണ്. അച്ചാരം വാങ്ങിയത് നിങ്ങളാണ്. 4 പേരാണുള്ളത്. താങ്കൾ ലീഗിന്റെ അധ്യാപക സംഘടനാ പ്രതിനിധി അറിയോ? വാങ്ങിയത് 2 പേര് ലീഗിന്റെ അധ്യാപക സംഘടനാ പ്രതിനിധി അറിയോ? SFIയുടെ പഴയ പ്രസിഡന്റ് അരുൺകുമാറെ രണ്ട് പേര് SFI, രണ്ട് ഒരു പേര് നിമിഷം ABP. നവാസ്, ലീഗിന്റെ അധ്യാപക സംഘടനാ പ്രതിനിധി അറിയോ? അല്ലാതെ എന്റെ സംഘടന ഒരു നിമിഷം നവാസ്, ഒരു നിമിഷം. ലീഗിന്റെ അധ്യാപക സംഘടനാ പ്രതിനിധി കയറിയോ? അല്ല എനിക്കൊരു കാര്യം കൂടി ലീഗിന്റെ പറയാനുണ്ട്. ഒരു നിമിഷം നവാസ്, ഒരു കോൺഗ്രസിന്റെ നിമിഷം. സംഘടനാ പ്രതിനിധികൾ കയറിയോ? അരുൺകുമാർ അല്ല, 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 ഒരു നിമിഷം നവാസ് അയച്ചു തന്ന MSF ന്റെ പ്രസിഡന്റ് യൂണിവേഴ്സിറ്റി ഒരു ഓഫ് പ്രതിനിധി കാലിക്കറ്റിലെ കയറിയില്ല. 29/11/2023 ഇലക്ഷൻ പ്രകാരമുള്ള നോട്ടിഫിക്കേഷനിൽ വിദ്യാർത്ഥികളുടെ പേരായിട്ട് പറയുന്നത് 4 പേരാണ്. ഒന്ന് സ്നേഹ സി നായർ, മറ്റൊന്ന് അശ്വിൻ രാജ്, മറ്റൊരാൾ സിയാന MM, ABVP. മറ്റൊന്ന് അനുഷ ABVP. KK. ഈ 4 പേരാണ് വിദ്യാർത്ഥികളായിട്ടുള്ളത്. ഇവർ ഔട്ട്സ്റ്റാൻഡിംഗ് SFI. എബിലിറ്റി ഉള്ള കുട്ടികളായിട്ട് വന്നവരാണ്. ഈ 4 പേരിൽ അനിൽകുമാറിന് ആക്ഷേപമുണ്ടോ? ഇതിൽ MSFന്റെ വിദ്യാർത്ഥി ഇല്ല എന്നാണ് നവാസ് പറയുന്നത്. യെസ്, ഞാൻ കൃത്യമായിട്ട് പറയാം. കാലിക്കറ്റ് സർവകലാശാലയിൽ സംഭവിച്ച ഒന്ന്, പറ. കേരള സർവകലാശാലയിൽ സംഭവിച്ച വേറൊന്ന്. കേരള സർവകലാശാലയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ പ്രതിനിധികളെ കാലിക്കറ്റ് പറ, ഒരു ലിസ്റ്റിൽ പേര് നിന്നുള്ളവരെ പറഞ്ഞേ. ഒഴിവാക്കിയിട്ട് AVP-ക്കാരെ കയറ്റി. ഞാൻ പറയട്ടെ സാർ, ഇത് ഒരു കാര്യം ഞാൻ പറയാം. MSF എവിടെ? അന്തസ് കാണിക്കണം. താങ്കൾ പറഞ്ഞ ഏയ്, MSF നവാസ്, ഒരു നിമിഷം, ഹൈക്കോടതി പറഞ്ഞു തീർക്കട്ടെ. കേസ് വന്നു. നവാസ്, irritate ചെയ്യല്ലേ? നവാസ്, ഒരു നിമിഷം പറഞ്ഞു തീർക്കട്ടെ. അദ്ദേഹം നമ്മൾ ചോദിച്ച ചോദ്യമല്ലേ, മറുപടി കേൾക്കൂ. ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ കേസിൽ ഹൈക്കോടതി വിധിച്ചു അവരെ എടുക്കണം. കാലിക്കറ്റിൽ എന്ത് സംഭവിച്ചു? കാലിക്കറ്റ് സംഭവിച്ചത് BC കൊടുത്ത പട്ടികയിൽ നിന്നാണ് എടുക്കേണ്ടത്. BC കൊടുത്ത പട്ടികയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിൽ SFI കുട്ടികളുടെ പേരുണ്ട്. അതിലില്ലാത്ത ABP-ക്കാരുടെ പേര് ഗവർണർ തിരികെ കയറ്റി. അതോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടനാ പ്രതിനിധി എങ്ങനെയാണ് BC-യുടെ പട്ടികയിലില്ലാതെ ഗവർണർ പട്ടികയിൽ വന്നത്? കോൺഗ്രസിൻ്റെ സംഘടനാ പ്രതിനിധി എങ്ങനെയാണ് BC-യുടെ പട്ടികയിലില്ലാതെ സർക്കാർ കൊടുക്കാതെ കോൺഗ്രസിന്റെ പട്ടികയിലെ പ്രതിനിധി എങ്ങനെയാണ് കുഴപ്പം? ഇതാണ് യാഥാർത്ഥ്യം. വെറുതെ കബളിപ്പിക്കരുത് ആളുകളെ. വെറുതെ കബളിപ്പിക്കരുത്. വാങ്ങിച്ച് വിഴുങ്ങിയാൽ എന്താ കുഴപ്പം? സുധാകരനെ ചോദിക്കൂ. ഞാനൊന്ന് പറയട്ടെ. ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ മറ്റേ മലയാള സിനിമ പറഞ്ഞ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. ആദ്യം ഒന്ന് ഉറച്ചു നിന്നാലേ നമുക്കൊരു കാര്യം തീരുമാനമാക്കാൻ പറ്റും. താങ്കൾ ഒന്ന് പറയുമ്പോൾ ഞാൻ ഉത്തരം കണ്ടെത്തി കാര്യം ഗവർണർ കൊടുത്ത ലിസ്റ്റിൽ ഈ കുട്ടികളില്ല. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയട്ടെ. മുസ്ലിം ലീഗിന്റെ ഒരു മിനിറ്റ് സമയമേ എനിക്കുള്ളൂ. അനിൽകുമാർ ദയവ് ചെയ്ത് നവാസ് പറയുന്നത് ഇതാണോ? അത് മിണ്ടില്ല. നവാസ് പറയൂ. അല്ല, താങ്കളൊന്നും മിണ്ടാതിരുന്ന തൽക്കാലം എനിക്കിവിടെ പറയാം. ഇനി താങ്കൾ ഇപ്പോൾ പറഞ്ഞ എന്താണ്? 4 വിദ്യാർത്ഥികളുടെ പേര് വന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ള 4 വിദ്യാർത്ഥികളെ സെനറ്റ് അംഗങ്ങളാക്കി. അത് സ്വീകരിക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളോട് പേര് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേര് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് എഴുതി വെക്കുന്നേ ഉള്ളൂ. ഏത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ വീതം വെപ്പ് നടക്കുന്നു? ഞങ്ങൾ അന്ന് പ്രതിഷേധിച്ച ആളുകളാ. നിങ്ങൾ ആർക്കീവ്സ് എടുത്ത് പരിശോധിക്ക്. കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്ത ആളുകളാണ് ഞങ്ങൾ. സെനറ്റിനകത്തും പുറത്തും സമരം ചെയ്ത. കാരണം ഞങ്ങൾക്ക് ജയിച്ചു വന്ന 4 സെനറ്റ് മെമ്പർമാരുണ്ട്. ഞങ്ങൾക്കത് മതി. രാജ്ഭവനിൽ RSSകാരന്റെ തിണ്ണനിറങ്ങിയിട്ട് കിട്ടുന്ന എച്ചിൽ കഷ്ടത്തിന്റെ സെനറ്റ് മെമ്പർമാർ ഞങ്ങൾക്ക് വേണ്ടെന്നേ. താങ്കൾ പറഞ്ഞത് MSFന്റെ പ്രതിനിധി ഉണ്ടെന്നാ. ഞാൻ MSFന്റെ സംസ്ഥാന പ്രസിഡന്റാ. ഞങ്ങൾ 4 വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ 2 ABP-യും 2 SFI തമ്മിൽ നിങ്ങൾ 50-50 റേഷ്യോയിൽ ഓരി വെച്ചെടുത്തതാ. അന്ന് പിണറായി വിജയനും അന്നത്തെ ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ ചങ്ങാതിമാരായിരുന്നു. ഇപ്പൊ നിങ്ങൾ തെറ്റിയപ്പോ പരസ്പരം വിളിച്ചു പറയല്ലേ? അടിവറയിട്ട് ഞാൻ പറയുന്ന അരുൺകുമാർ, MSF എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയായി RSSകാരന്റെ എച്ചിൽ കഷ്ണം വാങ്ങിയിട്ട് ഒരാളും സെനറ്റിലില്ല. ഇദ്ദേഹം പച്ച കളവ് പറയാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ MSFന്റെ പ്രസിഡന്റ് സ്ഥാനം പാർട്ടി അനുവാദം വാങ്ങി രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്. ശരി. മുസ്ലിം ലീഗ് ഏത് ലിസ്റ്റിലാണുള്ളത്? മുസ്ലിം ലീഗിനില്ലേ?
മുസ്ലിം ഏത് ലീഗിനെ ലിസ്റ്റിലാണെന്ന് പറ. തള്ളിയോ? പേര് പറ നിങ്ങൾ. മുസ്ലിം ലീഗിന് MSF നിങ്ങൾ തള്ളിയോ? ആരോപണത്തിൽ പേര് പറ. മുസ്ലിം ലീഗിന് ആരാണ് മുസ്ലിം MSF ലീഗിനെ തള്ളിയോ? പറഞ്ഞത്? ശരി നമുക്ക് മുസ്ലിം ലീഗ് സമയത്തിന്റെ ആരാണ് പേര് സമയം പറഞ്ഞത്? സമയം അതിക്രമിച്ചതുകൊണ്ട് നമുക്ക് നിങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. അത് ഇത് തീർച്ചയായിട്ടും നമുക്ക് ആ ചർച്ച തുടരാം. അത് മറ്റു വേദികളിൽ തുടരട്ടെ. നിങ്ങൾ രണ്ടുപേരും ഉന്നയിച്ച വാദങ്ങൾ മുന്നിലുണ്ട്. കേരള സർവകലാശാലയുടെ കാര്യത്തിൽ തിരിച്ചടിയായി, പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യത്തിൽ അത് അംഗീകരിക്കുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതിൽ MSFന്റെ ഇതില്ലായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. കേരള സർവകലാശാലയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ പ്രവർത്തകരുണ്ടായിരുന്നുവെന്ന് പറയുന്നു. ആ സമയത്ത് സുധാകരൻ പറഞ്ഞതിനെക്കുറിച്ചും അനിൽകുമാർ പറയുന്നു. പൊതുജന സമക്ഷം തെളിവുകളുണ്ട്. Debate with Dr. Arun Kumar.